ഈ പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള മാങ്ങ, നല്ല പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതാക്കി പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്, പിന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഈ വിപ്പിംഗ് ക്രീമിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ഉപയോഗിക്കാം. ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി. അപ്പോൾ നമ്മളിത് കുക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ചൈന ഗ്രാസും ജലറ്റിനും ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പാലോ അതുപോലെ തന്നെ വെള്ളമൊന്നും നമ്മൾ ഈ ഒരു പുഡിങ്ങിൽ ചേർക്കണില്ല. അതുകൊണ്ടാണ് പാൽപ്പൊടി ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽപ്പൊടി ചേർക്കുന്നത്. പിന്നെ വേണ്ടത്, ഞാനിവിടെ കുറച്ച് ബ്രെഡിൻ്റെ സ്ലൈസ് ഇങ്ങനെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കേക്ക് എടുത്തിട്ടുണ്ട്, ടീ കേക്ക്, ഇതുപോലത്തെ കട്ടിയുള്ള കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടിയിൽ നമ്മൾ ഫസ്റ്റ് ബേസായിട്ട് ഈ ടീ കേക്കാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ല തിക്കായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ബേസൊക്കെ നല്ലൊരു കട്ടി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു പുഡിങ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പഞ്ച് കേക്ക് വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പുഡിങ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഞാനിത് രണ്ടും കൂടെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ബ്രെഡും ഈ ഒരു ടീ കേക്കും അല്ലാത്ത മറ്റുള്ള 4 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സിയുടെ ഒരു ബ്ലെൻഡറിൽ ഇട്ടിട്ട് നല്ല സ്മൂത്ത് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ടൻസ് മിൽക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക്. നിങ്ങൾക്ക് ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് മാംഗോ നല്ല മധുരമുണ്ട്, അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കണ്ടൻസ് മിൽക്കൊക്കെ മധുരം ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യണില്ല. പിന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് സ്മൂത്താക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നല്ല സ്മൂത്തായിട്ട് നല്ല തിക്കായിട്ടുള്ളൊരു ക്രീമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിതിൽ മിൽക്കൊന്നും ആഡ് ചെയ്യാത്തത്. നമ്മൾ അതിന് പകരം നമ്മൾ മിൽക്കിൻ്റെ ഒരു പകരം നമ്മൾ പാൽപ്പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഒട്ടും വെള്ളമോ അല്ലെങ്കിൽ പാലൊന്നും ചേർക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു തിക്നെസ് നമുക്ക് കിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മൾ ഇത് അരച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് ഞാൻ ഈ പുഡിങ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ടീ കേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടീ കേക്ക് ആകുമ്പോൾ കുറച്ച് നല്ലൊരു കട്ടി ഉണ്ടാവും. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പഞ്ച് കേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കാം. അതുപോലെ തന്നെ ബ്രെഡ് മാത്രം വെച്ചിട്ടും ഇത് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ബാക്കിയുള്ള സ്പേസിൽ നമുക്ക് ഇതുപോലെ കേക്കൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ മാംഗോ മിക്സ് ഒരു ലെയർ കൊടുക്കാം. കുറച്ച് കട്ടിയിൽ നമുക്ക് സെക്കൻഡ് ലെയർ കുറച്ച് കട്ടിയിൽ നമുക്ക് ഈ ഒരു മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഈ മാംഗോൻ്റെയും ഈ ബ്രെഡിൻ്റെ ഒക്കെ അളവെന്ന് പറയുന്നത് നിങ്ങളുടെ പുഡിങ് സെറ്റ് ചെയ്യുന്ന പാത്രത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുക്കുക. അതിൻ്റെ മാംഗോൻ്റെയും ബ്രെഡിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി അതിനനുസരിച്ച് കൂട്ടുക. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നുണ്ട്. ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒരു കടിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ചിപ്സ് ഇടുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം. എൻ്റെ അടുത്ത് വെള്ളമുണ്ട്, ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ഒരു ചോക്ലേറ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക. അത് സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡാണ്.
അപ്പോൾ ഈ ബ്രെഡ് മാത്രം വെച്ചിട്ട് നമുക്ക് ഈ പുഡിങ് ചെയ്യാൻ നല്ല ടേസ്റ്റിയാണ്. സൈഡിൽ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മാംഗോ മിക്സ് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര ലെയറായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ മാംഗോ മിക്സ് എല്ലാം ഇതിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റ് എന്ന് പറയാനെങ്കിൽ നല്ല പഴുത്ത മാംഗോ നോക്കിയിട്ട് നമ്മൾ എടുക്കണം. അപ്പോഴാണ് ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. നല്ല മാംഗോൻ്റെ ഫ്ലേവറാണ് ഈ ഒരു പുഡിങ്ങിന്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. മാംഗോ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് മാംഗോ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. മാംഗോ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു പുഡിങ് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണല്ലോ. അപ്പോൾ നമുക്കൊരു ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇനി കുറച്ച് ആൽമണ്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഇടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്യാം, പിസ്തയോ അതല്ലെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തുക. ഞാനിപ്പോൾ കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് കൂടെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. ഡെക്കറേഷനൊക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യുക. അതിലൊന്നും ഒരു നിർബന്ധമില്ല. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മാംഗോ, വിപ്പിംഗ് ക്രീം, അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്ക്, പാൽപ്പൊടി, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ബ്രെഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ടും തന്നെ ചെയ്യാം. അപ്പോൾ വളരെ ഈസിയാണ് ഇത്. കണ്ടില്ല, കുറഞ്ഞ ടൈം കൊണ്ട് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കിയെടുത്ത് നമുക്ക് ജലാറ്റിനോ വിപ്പിംഗ് ക്രീമോ അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റർഡ് പൗഡറോ കോൺഫ്ലവറോ ഒന്നും തന്നെ വേണ്ട. അതുപോലെ തന്നെ കുക്ക് ചെയ്യേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മാംഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളൊരു ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 4 to 5 hours നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നെ നന്നായിട്ട് സെറ്റായിട്ട് വരും. ഒരു 4 to 5 hours വെച്ചാൽ മതി. ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലെല്ലാം തൊട്ട് താഴെയുള്ള തട്ടിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലൊക്കെ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.